ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് പടനിലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നൂറനാട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാമൻ്റെ വീട് നൂറിനാട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൂറിനാട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മാമൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പം ഞാനും അപ്പായും അമ്മയും കൂടാണ് വന്നത്. അപ്പം മാമനെയും മാമിയും കണ്ടിട്ട് ഒത്തിരി ദിവസമായി. അപ്പം അപ്പ വന്ന ഇടയ്ക്ക് ഇവരെ ഒന്നും വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അതിനാണ് കേട്ടോ വന്നത്. ഇവരെ കാണാൻ വേണ്ടിയിട്ട്, ഇവരുടെ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നത്. അമ്മ ദേ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഇവിടെ അടുത്തുള്ള റബ്ബറും തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടത്തിരിക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല തണലും വെയിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്കും അമ്മയ്ക്കും അപ്പായ്ക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമി ഇതേ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ മാമൻ ദേ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മാമൻ മാമിയെ സഹായിക്കുകയാണ് കേട്ടോ. പിന്നെ ദേ മാമൻ എനിക്ക് സ്പെഷ്യലായിട്ടൊരു നാരങ്ങ വെള്ളം ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും അപ്പായ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല എരിവും പുളിയും മധുരമൊക്കെ ഒരു ഇതായിരുന്നു. ഈ ചൂടത്ത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ഞാനും അമ്മയും മാമയും കൂടെ അവിടെ കുറേ നേരം കത്തിയടിച്ചു, കുറേ നേരം സംസാരിച്ചു. പിന്നെ ലാസ്റ്റ് പ്രിപ്പറേഷൻ്റെ അമ്മയും കൂടെ കയറി സഹായിച്ചു. നമ്മൾ ഉണ്ടാകാൻ മാത്രം പോരല്ലോ, നമുക്ക് സഹായിക്കണ്ടേ. അപ്പോൾ ഞാനവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പായും മാമനും അമ്മയും മാമിയും പിന്നെ ഞാനൊക്കെ എല്ലാവരും കൂടെ കുറേ കാര്യങ്ങൾ സംസാരിച്ച്, പഠിക്കുന്ന കാര്യങ്ങൾ, നാട്ടുകാര്യങ്ങൾ, വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ച്. പിന്നെ ഇതാണ് കേട്ടോ വിഭവങ്ങളൊക്കെ. ബീഫ് കറി ഉണ്ടായിരുന്നു, ചീനി വേവിച്ചതുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നിരത്തി വെച്ച് കേട്ടോ നമ്മൾ. അപ്പം അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല ചോറും ചീനി വേവിച്ചതും ഒക്കെ കേട്ട് അമ്മ അവിടെ നിന്ന് കഴിച്ചു. അപ്പ അതേ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമൻ നിന്ന് ആശ കാണിച്ചു കുറേ നേരം. പിന്നെ ഞാൻ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഫ് കറിയും നല്ല ചോറിനകത്ത് ആ ബീഫ് കറി ഇട്ട് പുരട്ടി കഴിക്കുമ്പോൾ പിന്നെ നല്ല അടിപൊളി വെന്തുടച്ചിട്ടെടുത്തിട്ടുള്ള ചീനിയും പിന്നെ എന്താ പറയുക നല്ല സാലഡും ഒക്കെ പുരട്ടി നല്ല രീതിയിൽ കഴിച്ചിട്ട് പിന്നെയും കുറേ നേരം അവരുമായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കുറേ നേരം എല്ലാവരുമായിട്ട് സംസാരിച്ച്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ച് പിന്നെ നമ്മളങ്ങ് പോകാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞാൽ താമസിക്കുന്നത് നമ്മൾ ഓട്ടോയിലൊക്കെ കയറി മാമിയോട് യാത്രയൊക്കെ പറഞ്ഞത് മാമനാണ് കേട്ടോ നമ്മളെ കൊണ്ടുവിടുന്നത്. അപ്പം മാമൻ നമ്മളെല്ലാവരും കൂടെ കൊണ്ടുവിട്ടു. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ടാറ്റാ.